ഞാനും ഇതുപോലെ കമന്റ് ഇടുന്ന ഒരാളായിരുന്നു. അതായത് എന്നെ സഹായിക്കോ, എന്നെ ഹെൽപ്പ് ചെയ്യോ, അല്ലെങ്കിൽ അങ്ങനെ പോയിട്ട് കമന്റ് ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു, എന്നെ തിരിച്ച് സപ്പോർട്ട് ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ കമന്റ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതൊരു തെറ്റിദ്ധാരണയുടെ പുറത്തായിരുന്നു. കാരണം നമ്മൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്നുള്ള കാര്യം തമിഴിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ. കുറെ ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കും. ഒരു കമന്റ് റിയാക്ഷൻ വീഡിയോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാല്ലേ. കാരണം എന്റെ വീഡിയോന്റെ അടിയിൽ വരുന്ന കമന്റിനെ പറ്റിയിട്ടാണ് എനിക്കിത് അതിന് ഒരു റിയാക്ട് ചെയ്ത് തന്നെയാണ് എനിക്കൊരു വീഡിയോ എടുക്കാനുള്ളത്. അപ്പൊ നമ്മള് ഏതൊരു പുതിയ ചാനൽ എടുത്ത് നോക്കിയാലും അതിന് താഴെ ഏകദേശം എല്ലാ ചാനലിന്റെയും താഴെ വരുന്ന കുറച്ച് കമന്റ്സ് ആണ്. എന്നെ കൂട്ടാകുമോ, ഞാനും കൂട്ടായി, എന്നെ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യോ, ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറെ കമന്റ്സ് വേറെ പല ചാനലിലും വന്നിട്ട് ഇടുന്ന കമന്റ്സ്. അത് എന്റെ വീടിന്റെ അടിയിൽ മാത്രമല്ല കേട്ടോ. നമ്മൾ പുതുതായിട്ട് തുടങ്ങിയ ഏതെങ്കിലും ഒരു ചാനൽ എടുത്ത് നോക്കിയാൽ ഏതെങ്കിലും ഒരു വീടിന്റെ അടിയിൽ ഉറപ്പായിട്ടും അങ്ങനത്തെ ഒരു കമന്റ് മസ്റ്റ് ആണ്. വേറെ ഏതെങ്കിലും ഒരു ചാനലിൽ വന്നിട്ട് കമന്റ് ഇടും. അപ്പം എന്റെ ചാനലിലും അങ്ങനത്തെ കമന്റ്സ് ഒക്കെ വരാനുണ്ടായിരുന്നു. കുറച്ചധികം പേര് തന്നെ എന്തായാലും എന്റെ ചാനലിലും അങ്ങനെ ഒരുപാട് കമന്റുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ശരിക്കും നമ്മൾ ഇങ്ങനെ ഒരു കമന്റ് ഇടുന്നത് വഴി നമ്മളുടെ ചാനലിന്റെ എല്ലാ വ്യൂസും കൂടെ ഇല്ലാതാവുകയും ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് എനിക്കിട്ടുള്ള വ്യൂസും കൂടെ നഷ്ടമാവുള്ളൂ അങ്ങനത്തെ ഒരു കമന്റോ കാര്യങ്ങളോ കൊണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു കമന്റ് ഇടുന്നത് കൊണ്ട് നമ്മൾ നമ്മുടെ ചാനലിനെ തന്നെ പറ്റില്ല, നമ്മൾ നമ്മളെ തന്നെ പറ്റിക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. നമ്മുടെ ചാനലിന് ഇതിനെ കൊണ്ട് എന്താണ് കാര്യം, നമുക്ക് എന്താണ് ഇങ്ങനെ ഒരു കാര്യം, അതിനെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ, അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് കേട്ടോ. അതായത് ഇങ്ങനെ കമന്റ് ചെയ്തു എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, ഈ ഒരു ചാനലിന്റെ വാച്ച് കൂട്ടാൻ പറ്റും അല്ലെങ്കിൽ ഡോളർ കയറ്റാൻ പറ്റും, അതിനെ പറ്റിയിട്ടുണ്ടോ ഈ വീഡിയോ. അപ്പൊ അതിൽ നിന്ന് ഞാൻ പറയാം, ഞാനും ഇതേപോലെ തന്നെ കമന്റ് ഇടുന്ന ഒരു പുതിയ യൂട്യൂബർ തന്നെയായിരുന്നു. കാരണം എനിക്കും ഇതിനെ പറ്റിയിട്ട് വലിയ അറിവോ കാര്യങ്ങളൊന്നും ഇല്ലാത്തിരുന്ന സമയത്ത് ഞാനും ആരെങ്കിലും ഒക്കെ പുതിയ ചാനലൊക്കെ കണ്ടാൽ ഞാനും കമന്റ് ചെയ്യാറുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യും. കാരണം എന്റെ ചാനലിൽ അങ്ങനെ വന്നിട്ട് അങ്ങനെ കമന്റ്സ് ഒക്കെ വന്ന് കിടക്കാറുണ്ട്. അപ്പൊ ഞാൻ അവരുടെ ചാനലിൽ പോയിട്ട് നോക്കും. അപ്പൊ അവരുടെ ചാനലിൽ ഞാനും ഇങ്ങനെ കമന്റ് ചെയ്യും, ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഞാൻ സബ്സ്ക്രൈബ് ചെയ്തല്ലോ, ഞാനും ചെയ്തിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോസ് ഒക്കെ കാണാനുള്ള രീതിയിൽ ഞാനും കമന്റ് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ പുതിയ ഏതെങ്കിലും യൂട്യൂബേഴ്സിന്റെ വീഡിയോ ഒക്കെ കണ്ടാൽ അതിന്റെ ഇടയിൽ പോയിട്ട് കമന്റ് ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു, എന്നെ തിരിച്ച് സപ്പോർട്ട് ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ കമന്റ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതൊരു തെറ്റിദ്ധാരണയുടെ പുറത്തായിരുന്നു. കാരണം നമ്മള് ഈ വീഡിയോസ് ഒക്കെ ടെക് വീഡിയോസ് ഒക്കെ ഇങ്ങനെ കാണുമല്ലോ. നമ്മൾ ഒരു ചാനൽ തുടങ്ങി കഴിഞ്ഞിട്ട് കുറെ ടെക് വീഡിയോസ് ഒക്കെ ഇങ്ങനെ കാണുന്ന ടൈമില് അതിന്റെ അടിയിലൊക്കെ ഏതെങ്കിലും ഒരു ടെക് വീഡിയോ നമ്മൾ എടുത്ത് നോക്കിയാൽ അതിന്റെ അടിയിൽ മസ്റ്റ് ആയിട്ടും ഒരു 5, 8, 10 കമന്റ് ഉറപ്പായിട്ടുണ്ടാവും. പുതിയവരൊക്കെ വായോ, നമുക്ക് ഒരുമിച്ച് കൂട്ടാകാം, നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തിട്ട് വാച്ചേഴ്സ് കൂട്ടാം, 1000 സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്താക്കാം എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഉണ്ടാവായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ അടിയിൽ പോയിട്ട് കമന്റ് ഇടും. അപ്പൊ സ്വാഭാവികമായിട്ടും എന്റെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത്. അതായത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത്, അങ്ങനെയാണ് ഇതിന് വ്യൂസ് ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ സപ്പോർട്ട് ഇറക്കാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇങ്ങോട്ട് വരുന്നവരെ ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ടായിരുന്നു. എന്നെ കൊണ്ടാകുമ്പോഴൊക്കെ ചില വീഡിയോസ് ഒക്കെ കാണാറുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊക്കെ നമ്മുടെ ചാനൽ നല്ല രീതിയിൽ മോശമായിട്ട് ബാധിക്കുന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായ ഒരാളാണ് കേട്ടോ ഞാൻ. അതിനുശേഷം ഞാൻ അങ്ങനെ ഒരു സംഭവമേ, അതായത് ഒരാൾക്ക് പോലും അങ്ങനത്തെ ഒരു കമന്റ് ഞാൻ ചെയ്യാറില്ല. അതൊക്കെ ഞാൻ നിർത്തി. കാരണം ഇതിനെ കൊണ്ട് നമ്മുടെ ചാനൽ ദോഷം മാത്രമേ ഉണ്ടാവും. അപ്പൊ എന്തൊക്കെയാണ് ഇങ്ങനെ ഒരു കമന്റ് നമ്മൾ ഇടുന്നത്? ജസ്റ്റ് ഒരു കമന്റ് അല്ലേ, അതുകൊണ്ട് അതെങ്ങനെയാണ് നമ്മുടെ ചാനലിനെ മോശമായിട്ട് ബാധിക്കുന്നത്? അപ്പൊ യൂട്യൂബിന്റെ സൈഡിൽ നോക്കുന്നതാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഇത് ദോഷമാണ്, നമ്മുടെ സൈഡിൽ നോക്കുന്നതാണെങ്കിലും ഇത് ദോഷമാണ്. ആദ്യം തന്നെ നമ്മുടെ ചാനലിലെ നമ്മൾ ഇങ്ങനെ ഇടുന്ന കമന്റോട് നമ്മുടെ ചാനൽ എങ്ങനെ മോശമായിട്ട് ബാധിക്കുന്നുള്ളൂ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ചാനലിൽ നമുക്ക് ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ കയറ്റുന്നു. അതായത് നമ്മളൊരു പുതിയ ചാനൽ, വേറെ ഏതെങ്കിലും ഒരു ചാനലിൽ പോയിട്ട് നമ്മൾ ഇരിക്കുന്നു, എന്നെ സപ്പോർട്ട് ചെയ്യും, ഞാൻ തിരിച്ച് സപ്പോർട്ട് ചെയ്യാനുള്ള രീതിയിൽ നമ്മളൊരു കമന്റ് ഇടുന്നു. അവർ നമ്മളെ തിരിച്ചു വന്ന് സപ്പോർട്ട് ചെയ്യുന്നു. അതായത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തു, അവരും സബ്സ്ക്രൈബ് ചെയ്തു. അപ്പൊ അവര് സബ്സ്ക്രൈബ് ചെയ്തു, അതിനുശേഷം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടാമെന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമന്റ് ചെയ്യുന്നു. പിന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ 1, 2 വീഡിയോസ് ഒക്കെ കാണായിരിക്കാം. പിന്നെ ഇനി അഥവാ കണ്ടാൽ തന്നെ ആ ഒരു സബ്സ്ക്രൈബ് ചെയ്ത ആള് 10 പേരെ അല്ലെങ്കിൽ ഒരു 100 പേരെയോ പോട്ടെ, ഒരു 5 പേരെയോ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടാമെന്നുള്ള അങ്ങനെ ഒരു കരാർ പോലെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടാവുക. അപ്പം ഈ ആൾക്ക് ഡെയിലി എത്ര വീഡിയോസ് വെച്ചിട്ട് കാണാനാവും? അപ്പൊ ഒരാൾ ഒരു ഷോർട്സോ അല്ലെങ്കിൽ ഒരു ലോങ് വീഡിയോ ആണ്, ജസ്റ്റ് ഒരു ഷോർട്സ് ആണ് ഇടുന്നതെന്ന് വിചാരിച്ചു. അപ്പൊ ഇവരിങ്ങനെ ഷോർട്സ് ഇടുന്നു. ഇവർക്ക് ഈ 10 പേരെ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ 10 ഷോർട്സ് അവർ കാണണം. അതായത് ഒരു ആവശ്യമില്ലാതെ കാണണം, അങ്ങനെ തന്നെ പറയാം. കാരണം അവരെങ്ങനെയാണ് വിചാരിക്കുക, അവർക്ക് വ്യൂ കിട്ടേണ്ടിട്ട് അവർ ഈ ഷോർട്സ് ഇരുന്ന് കാണാൻ കേട്ടോ. പിന്നെ ഇനി അത് മാത്രമല്ല, നമ്മൾ ഇട്ട ഒരു വീഡിയോ അവർ കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒരുപക്ഷെ അവർ എങ്ങനെയാണ് ആ വീഡിയോ കാണുന്നുണ്ടാവുക, യൂട്യൂബ് വഴി കൊടുത്ത നോട്ടിഫിക്കേഷൻ വഴിയോ അല്ലെങ്കിൽ യൂട്യൂബ് കൊടുത്ത റെക്കമെൻഡേഷൻ വഴിയോ ഒന്നായിരിക്കില്ല അവർ ആ വീഡിയോ കാണുന്നുണ്ടാവുക. ഉദാഹരണത്തിന് 2 പേര് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്ന 2 പേര്. അപ്പൊ ഒരാള് മറ്റേയാളുടെ വീഡിയോ കണ്ടു, അയച്ചു കൊടുത്ത വീഡിയോ ആയിരിക്കാം, ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ വഴി വന്ന വീഡിയോ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരാളുടെ വീഡിയോ കണ്ടു. അപ്പൊ ആ ഒരു വീഡിയോ കണ്ടു, ആള് കമന്റ് ഇട്ടു, നല്ലതാണെന്ന് എന്തെങ്കിലും ഒരു ഇത് പറഞ്ഞിട്ട് കമന്റ് ഇട്ടു.
അപ്പൊ അവര് നോക്കുമ്പോൾ ഓ അവരെന്റെ ചാനലിൽ വന്നിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഇതില് അവർ നേരെ അവരുടെ ചാനലിൽ, അതായത് അവരുടെ താഴെ അവർ കമന്റ് ഇട്ട് അതിൽ തന്നെ ജസ്റ്റ് ആ ഒരു കമന്റും തന്നെ അവരുടെ ചാനലെടുത്ത് നോക്കാം, മറ്റേ ആളുടെ ചാനലെടുത്ത് നോക്കുകയാണ്. എന്നിട്ട് അതിൽ നിന്നും ഒരു വീഡിയോ ഒരു പക്ഷേ കണ്ടു കാണാം, ടൈം ഉണ്ടെങ്കിൽ കണ്ടു കാണാം, ടൈം ഇല്ലെങ്കിൽ ചിലപ്പോൾ പകുതിയായിരിക്കും. ഒരു 60 സെക്കൻഡുള്ള വീഡിയോ ഇടയ്ക്ക് 10 സെക്കൻഡ് ആയിരിക്കാം അവർ കണ്ടിട്ടുണ്ടാവുക. 10 സെക്കൻഡ് മാത്രം കണ്ടിട്ട് അവരൊരു കമന്റ് ഇട്ടു. അങ്ങനെ കമന്റ് ഇട്ടാൽ അത് സ്പാം ആവും, അതായത് സ്പാം ആവും, ശരിക്കും സ്പാം ആയിട്ട് അവിടെ കിടക്കും. അതായത് അവർ 10 സെക്കൻഡ് മാത്രം കൊണ്ട് എന്താണ് കമന്റ് ചെയ്യുന്നത് എല്ലാം യൂട്യൂബിന്റെ ഇതിലിങ്ങനെ വന്ന് കിടക്കണം. അപ്പൊ യൂട്യൂബിന് പെട്ടെന്ന് മനസ്സിലാവും, ക്ലിക്ക് ആവും, ഇത് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണെന്ന് യൂട്യൂബിന് മനസ്സിലാവും. അങ്ങനെ നമ്മൾ ആ ഒരു കമന്റ് സ്പാം ആവും, സ്പാമിന്റെ ആ ഒരു ഇതിലേക്ക് പോകും ആ ഒരു വീഡിയോ. പിന്നെ നമുക്ക് വീഡിയോക്ക് അധികം റീച്ചും കാര്യങ്ങളൊന്നും കിട്ടില്ല. പിന്നെ അതുപോലെ തന്നെയുള്ള ഒരു കാര്യമാണ്, നമ്മൾ ഒരാളെ ചാനൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, സപ്പോർട്ട് ചെയ്യാന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അവരെ തുടർന്ന് സപ്പോർട്ട് ചെയ്യാം. അതായത് അവരിടുന്ന വീഡിയോസ് എല്ലാം കാണണമെന്ന് നമുക്ക് തന്നെ ഒരു ഉറപ്പുണ്ടാവില്ല. കാരണം ഒരാൾ ഒരു വീഡിയോ യൂട്യൂബിൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അയാൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോ ആയിരിക്കുമെങ്കിൽ മാത്രമേ അത് മുഴുവനായിട്ട് കുത്തിയിരുന്ന് കാണുള്ളൂ. അങ്ങനെയാണല്ലോ നമ്മളാണെങ്കിൽ പോലും ഒരു വീഡിയോ നമുക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അത് മുഴുവനായിട്ട് കാണും. ഇതിപ്പോ അയാളുടെ ഒരു കടമേന്റെ പുറത്ത് ഉറപ്പായിട്ടും ആ ഒരു വീഡിയോ ഇപ്പൊ അരമണിക്കൂറുള്ള വീഡിയോ ആയിരിക്കും, പക്ഷെ അത് 10 മിനിറ്റുള്ള വീഡിയോ ആയിരിക്കും. പക്ഷെ അത് കണ്ടു തുടങ്ങിയാൽ ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവർക്ക് ആളെ ബോധിപ്പിക്കണം, ഞാൻ ഈ വീഡിയോ കണ്ടിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള ബോധിപ്പിക്കണം. അപ്പൊ അവർ കുറച്ച് സമയം മാത്രം ആ ഒരു വീഡിയോ കണ്ടിട്ട് ജസ്റ്റ് കമന്റ് ചെയ്യും. അപ്പൊ കമന്റ് ചെയ്യുന്ന ടൈമിൽ യൂട്യൂബിന് ഇത് മനസ്സിലാവും, അതായത് അവർ ഇൻട്രസ്റ്റ് ഇല്ലാതെ കണ്ടിട്ടാണ് കമന്റ് ഇട്ടിട്ടുള്ളത്. അത് മാത്രമല്ല ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം യൂട്യൂബിന് പെട്ടെന്ന് മനസ്സിലാവും. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്ക്രൈബ്ഡ് ആണ്. അതേപോലെ തന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സമയം മാത്രം വീഡിയോ കണ്ടിട്ട് കമന്റ് ഇടുന്നവരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം ഉറപ്പായിട്ടും യൂട്യൂബിന് ഇത് മനസ്സിലാവും, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അപ്പൊ നമ്മുടെ ചാനലിന്റെ ആ ഒരു കൂടുതൽ റെക്കമെൻഡേഷനും കാര്യങ്ങളൊന്നും യൂട്യൂബ് കൊടുക്കില്ല കേട്ടോ. അങ്ങനെ ഒരു സംഭവമുണ്ട്. യൂട്യൂബ് ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും അവർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, അവരങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കൊടുത്തിട്ട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ യൂട്യൂബിന്റെ റെക്കമെൻഡേഷൻ അവിടെ ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യില്ല ഒരു വീഡിയോ സ്പാം ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടിംഗ് ഒക്കെ ആണെന്ന് യൂട്യൂബ് ഉറപ്പായിട്ടും അത് നോട്ടീസ് ചെയ്യും. അങ്ങനെ നമ്മുടെ ചാനൽ അവിടെ സ്റ്റക്ക് ആവും, നമ്മുടെ ചാനലിന്റെ വ്യൂസും കാര്യങ്ങളൊക്കെ സ്റ്റക്ക്. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, നമ്മൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞു വരും. അതായത് ഫസ്റ്റ് നന്നായിട്ട് ഇങ്ങനെ കൂടും. നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്യോ എന്ന് ചോദിക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ വന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പൊ നിങ്ങൾ തിരിച്ചു ഇങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട് ഒരു 100 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കൂടിയിരിക്കാം. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞാൽ ഇതിൽ പിന്നെയും കുറഞ്ഞു 100 സബ്സ്ക്രൈബേഴ്സ് കൂടിയതിൽ നിന്ന് പിന്നെ ഒരു 5, 10, 20 ഒക്കെ സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ കമന്റ് ചെയ്യുന്ന മിക്കവർക്കുള്ള ഒരു അനുഭവമായിരിക്കും ഇത്, ഉറപ്പായിട്ടുണ്ടാവും. ഞാൻ അങ്ങനെ ചെയ്തിരുന്ന സമയത്ത് എനിക്കും ഉണ്ടായിരുന്നു. എനിക്ക് ഏകദേശം ഒരു 600 സബ്സ്ക്രൈബേഴ്സിന്റെ ഒക്കെ അടുത്തായിട്ട് ഒറ്റ ദിവസം കൊണ്ട് നേരെ അത് ചുരുങ്ങിയിട്ട് 550 ഒക്കെ ആയ ഒരു സംഭവമൊക്കെ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഉറപ്പായിട്ടും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉറപ്പായിട്ടുണ്ടാവും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ 10 പേരോട് ഇങ്ങനെ അങ്ങോട്ട് ചോദിക്കുന്നു, എന്നെ സപ്പോർട്ട് ചെയ്യോ, ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ സബ്സ്ക്രൈബ് ചെയ്തു, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തു, അവർ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ആരെങ്കിലും ഒക്കെ ഈ ഒരു അവരുടെ ചാനലിൽ ഇത് അൺസബ്സ്ക്രൈബ് ചെയ്തു പോകും. അപ്പൊ അൺസബ് ചെയ്യുന്ന സമയത്ത് അവർ വിചാരിക്കും ആരൊക്കെയാണ് അൺസബ് ചെയ്യുന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ അവരെന്ത് പണിയെടുക്കും, ഇന്നയാളെ ഞാൻ ഇത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ആളെന്നെ സപ്പോർട്ട് ചെയ്തില്ല, അപ്പൊ അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവില്ല, അത് അൺസബ് ആക്കിയിട്ടുണ്ടാവും. അവരൊക്കെ ആയിരിക്കുന്നില്ല ഇതില് ചിലപ്പം ആ ഒരു ചാനലൊക്കെ നമ്മൾ അൺസബ് ചെയ്ത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നെ തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ എന്നുള്ളൊരു ഇത് വന്നിട്ട് ജസ്റ്റ് അത് എല്ലാവരും അൺസബ് ചെയ്യും. അങ്ങനെ 10 പേര് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയാൽ നമ്മുടെ അത്രയും സബ്സ്ക്രൈബേഴ്സ് നമ്മളുടെ കുറഞ്ഞു. അങ്ങനെ ഇതുവഴി നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ പറ്റില്ല, ശരിക്കും പറഞ്ഞാൽ നമുക്ക് വ്യൂസും കൂട്ടാൻ പറ്റില്ല. നിങ്ങൾക്ക് സ്പാം ആവും, പിന്നെ നമ്മുടെ ചാനലിന്റെ വ്യൂസ് നല്ല രീതിയിൽ സ്റ്റക്ക് ആയി പോകും. അങ്ങനെ ഇതിനെ കൊണ്ട് നമുക്ക് യൂട്യൂബിന്റെ സൈഡിൽ നിന്ന് നമുക്ക് പിന്നെ ഒരു റെസ്പോൺസും, അതായത് നമ്മുടെ ചാനലിന് ഗ്രോ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു റെസ്പോൺസും കാര്യങ്ങളും ഉണ്ടാവില്ല. യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യില്ല നമ്മുടെ വീഡിയോസ് ഒന്നും, യൂട്യൂബ് ഉറപ്പായിട്ടും റെക്കമെൻഡ് ചെയ്യില്ല. അങ്ങനെ നമ്മുടെ മൊത്തത്തിൽ ആ ഒരു ചാനൽ തന്നെ സ്റ്റക്ക് ആയിട്ട് അവിടെ നിൽക്കും. എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെ പുതിയ ചാനൽ തുടങ്ങിയ സമയത്ത് ഒരാളോട് പോലും അങ്ങനത്തെ ഒരു കമന്റോ കാര്യങ്ങളോ ചെയ്യാണ്ടിരുന്നത്. അതുകൊണ്ട് അപ്പൊ നമുക്ക് വ്യൂസ് വേണം, നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് വീഡിയോ ഇട്ടാൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബേഴ്സ് കയറി വരും, വ്യൂസ് കയറി വരും. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത്, നമ്മുടെ ചാനൽ ആർക്കെങ്കിലും ചാനൽ ഏതെങ്കിലും ഒരു വീഡിയോ 10 പേർക്ക് അയച്ചു കൊടുത്താൽ അതിൽ 10 പേര് അത് കാണണമെന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ അയച്ചു കൊടുക്കുന്ന ടൈമിൽ നമുക്ക് അറിയാവുന്നവർക്കാണ് നമ്മൾ അത് അയച്ചു കൊടുക്കുന്നത്. പക്ഷെ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള വിഷയമായിരിക്കില്ല ഒരു പക്ഷെ നമ്മുടെ വീഡിയോസ്. ഈ കുക്കിംഗ് വീഡിയോസ് ഒക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് ക്രാഫ്റ്റ് വീഡിയോസ് ഒന്നും കാണാൻ ഇഷ്ടമുണ്ടാവില്ല. അപ്പൊ അവരത് ജസ്റ്റ് നമ്മൾ അയച്ചു കൊടുത്തതിൽ ചിലരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യായിരിക്കാം, ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് 1-2 സെക്കൻഡ് കണ്ട് അത് ഒഴിവാക്കായിരിക്കാം. ചിലരത് ഓപ്പൺ ചെയ്യ പോലും ഇല്ല, ഷെയർ ചെയ്തിട്ട് അങ്ങനെ തന്നെ കിടക്കും. അപ്പൊ ഷെയർ കൂടുതൽ പോകുന്നുണ്ട്, പക്ഷെ വ്യൂസ് ഒന്നും അതിലെത്തുന്നില്ല. അങ്ങനെയൊക്കെ നമ്മുടെ ചാനൽ സ്റ്റക്ക് ആയി പോകും. തീർച്ചയായിട്ടും നമ്മളിങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ യൂട്യൂബ് തന്നെ റെക്കമെൻഡ് ചെയ്യും. അപ്പൊ നമ്മുടെ വീഡിയോസ് യൂട്യൂബ് എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഇങ്ങനത്തെ വിഷയങ്ങളോടൊക്കെ താല്പര്യമുള്ള ആൾക്കാരിലേക്ക് അങ്ങനെയായിരിക്കും നമ്മുടെ ചാനൽ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യാറുണ്ടാവും. നമ്മുടെ വീഡിയോസ് ഒക്കെ നമ്മുടെ ക്രാഫ്റ്റ് വീഡിയോസ് ആണെങ്കിൽ ക്രാഫ്റ്റ് വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരെ അല്ലെങ്കിൽ അത് കൂടുതൽ കാണുന്നവരിലേക്കായിരിക്കും നമ്മുടെ ഈ ഒരു ചാനലിന്റെ
ഇത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അവര് നമ്മുടെ ചാനൽ ഇരുന്ന് കാണും. അങ്ങനെ നമുക്ക് വ്യൂസ് കയറുന്ന സമയത്ത് കൂടുതൽ പേര് കൂടുതൽ സമയം നമ്മുടെ ഈ ഒരു ചാനൽ കാണുമ്പോൾ കൂടുതൽ ഇങ്ങനെ റെക്കമെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ ചാനൽ ഓട്ടോമാറ്റിക്കലി ചെറിയ രീതിയിൽ അങ്ങ് റീച്ച് ആവും. ചിലത് പെട്ടെന്ന് തന്നെ റീച്ച് ആയിട്ട് കയറിപ്പോകും. അപ്പൊ ഇങ്ങനത്തെ ഒരു വീഡിയോ എനിക്ക് ചെയ്യണം എന്നൊക്കെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കമന്റ്സും കാര്യങ്ങളൊക്കെ കാണുന്ന ടൈമിൽ വിചാരിക്കാറുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ആരെങ്കിലും കമന്റ് ചെയ്താലും ഞാൻ അടിയിൽ പോയിട്ട് കമന്റ് ചെയ്യും, ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കും, ഇതിനെ പറ്റിയിട്ട് പറഞ്ഞുതരാം. അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ഇങ്ങനത്തെ കുറെ കമന്റ് ഇങ്ങനെ വന്ന ടൈമിൽ അന്ന് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. എന്തായാലും സമയം കിട്ടിയപ്പോൾ എടുത്ത റിയാക്ഷൻ വീഡിയോ ആണ് കേട്ടോ. അപ്പൊ എന്തായാലും വീഡിയോ അത്രയും ഇത് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഒക്കെ ആയിട്ട് കാണാം കേട്ടോ. എന്തായാലും നമ്മുടെ ചാനൽ റീച്ച് ആണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക. അതിനേക്കാൾ കൂടുതൽ നമുക്കൊന്നും ചെയ്യാനില്ല. എന്തായാലും അത്രയും കേട്ടോ നമ്മുടെ വീഡിയോ. അപ്പൊ വേറെ വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.